ഗൈസ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെൽത്തിയും അതുപോലെ സിമ്പിളും ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് കഷ്ണങ്ങളാക്കിയതാണ്. അതിലേക്ക് ഒരു ക്യാരറ്റും കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് ആദ്യം അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ഐസ് ക്യൂബ്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഇത് അടിച്ചെടുക്കണം. അപ്പോൾ ഇതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. നീര് കുറവുള്ളതാണെങ്കിൽ ഒരു ചെറുനാരങ്ങ എടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ അരമുറി ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ നീര് മാത്രമാണ് നമ്മൾക്ക് വേണ്ടത്. ജ്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ട്, അതായത് ജ്യൂസ് അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. നല്ലപോലെ ഇതിൻ്റെ സത്തൊക്കെ നമുക്ക് കിട്ടണം. ഇപ്പം മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊക്കെ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ല പഞ്ചസാരയും ശർക്കരയും വേണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ജ്യൂസ് അടിച്ചു കുടിക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. ഈ ചൂടുകാലത്ത് ഇതുപോലെയുള്ള നല്ല നല്ല ജ്യൂസുകൾ നമ്മൾ ഡെയിലി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അങ്ങനെയും കുടിക്കുക. ഞാനിതിപ്പോൾ ഐസ് ക്യൂബൊന്നും ഇട്ടിട്ടില്ല, കാരണം നമുക്ക് ആവശ്യത്തിനുള്ള തണുപ്പ് ഈ ജ്യൂസിനുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ജ്യൂസാണ്, നല്ല ഹെൽത്തി ജ്യൂസാണിത്.